ഇസ്രയേലും മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ ഈ കാശ്മീർ ഭീകരാക്രമണത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അതായത് പോപ്പ് മരിച്ചപ്പോൾ ഇസ്രയേൽ അനുശോചനം രേഖപ്പെടുത്തി. ഇസ്രയേലിൻ്റെ ഹാൻഡിലായ @ഇസ്രയേൽ എന്ന് പറയുന്ന ഹാൻഡിലാണ് ആദ്യം അനുശോചനം വന്നത്. അനുശോചനത്തിൻ്റെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: റെസ്റ്റ് ഇൻ പീസ് പോപ്പ് ഫ്രാൻസിസ്, മേ ഹിസ് മെമ്മറി ബി എ ബ്ലെസ്സിങ്. നിത്യശാന്തി, മാർപ്പാപ്പയുടെ ഓർമ്മ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അല്പനേരം കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ അത് പിൻവലിച്ചു. അതാണിപ്പോൾ ഒരു ചർച്ചയായിരിക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി ഔദ്യോഗികമായിട്ട മെസ്സേജ് ഇസ്രയേൽ രാജ്യത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്ന് നീക്കി. അപ്പോൾ ഈ ഇസ്രയേൽ മാർപ്പാപ്പയുമായിട്ട് അത്ര നല്ല ബന്ധമായിരുന്നില്ല. കാരണം മാർപ്പാപ്പ ഒരു വിവാദപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് ഇസ്രയേലിന് വലിയ അതൃപ്തിയുണ്ട്. കാരണം ലോക സമൂഹം പഠിക്കണം, ഇപ്പോൾ ഗാസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയാണോ എന്ന തരത്തിലൊരു പ്രസ്താവന മാർപ്പാപ്പ ഇറക്കിയിരുന്നു. അതിൽ ഇസ്രയേലിന് വലിയ ദേഷ്യമാണ്. പക്ഷേ ഈ കത്തോലിക്ക സഭയും ജൂഡായിസവും തമ്മിൽ വളരെ നല്ല ബന്ധം നിലനിൽക്കെയാണ് മാർപ്പാപ്പയുമായി ഉള്ള ഇസ്രയേലിൻ്റെ ബന്ധം വഷളായത്. പക്ഷേ ഇസ്രയേൽ ഇങ്ങനെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്ന് ഈ അനുശോചന സന്ദേശം റദ്ദാക്കിയെങ്കിലും നെതന്യാഹുവിൻ്റെ ഒരു അനുശോചന സന്ദേശം വന്നിട്ടില്ല. പക്ഷേ ഇസ്രയേൽ പ്രസിഡന്റ് ഇസാക്ക് ഹെർസോഗിൻ്റെ ഒരു അനുശോചന സന്ദേശം വന്നിട്ടുണ്ട്. എന്താണ് നെതന്യാഹു അനുശോചിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇസ്രയേൽ സോഷ്യൽ മീഡിയയിലിട്ട ഈ ഹാൻഡിൽ നിന്ന് അനുശോചന സന്ദേശം, നേരത്തെ ഞാൻ പറഞ്ഞ സന്ദേശം റിമൂവ് ചെയ്തതിൻ്റെ മുന്നിലെ പൊളിറ്റിക്സ് എന്തായിരിക്കും? അത് രാഷ്ട്രീയമുണ്ട്. സത്യത്തിൽ ഈ നെതന്യാഹുവിനെ പോലൊരാള് ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷെ ഖമനേയി എങ്ങനെയാണോ കണ്ടിരുന്നത് അങ്ങനെയാണ് മാർപ്പാപ്പയും കണ്ടിരുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം മുമ്പൊരിക്കലും ഈ മാർപ്പാപ്പയെ പുച്ഛിച്ചും അവിടെ നിന്നൊരു പ്രസ്താവന വന്നിരുന്നതാണ്. ഈ ഒക്ടോബർ 7 ആക്രമണത്തിന് അന്ന് അപലപിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് മാർപ്പാപ്പ. പക്ഷേ നയം അങ്ങനെയല്ല. നയം മറ്റേ പലസ്തീന് അനുകൂലമായ നയമാണ് മാർപ്പാപ്പ കൈക്കൊണ്ടിരുന്നത്. അവിടുത്തെ ഈ ദുരാഷ്ട്രവാദത്തെ അനുകൂലിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ നിലകൊണ്ടത്. പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ആവശ്യമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ്. അത് ഇസ്രയേലിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. അപ്പോൾ ഇസ്രയേലിനോട് കൂടെ നിൽക്കുന്ന ഒരു മാർപ്പാപ്പയല്ല ഇസ്രയേൽ കണ്ടിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഡിസംബറിൽ പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ മാർപ്പാപ്പ കണ്ട് അരമണിക്കൂറോളം സംസാരിച്ചിരുന്നു. അല്ല, കഴിഞ്ഞ ക്രിസ്മസിന് വലിയ വിവാദം ഉണ്ടായി. അവിടെ ഒരു പുൽക്കൂടുണ്ടാക്കി കഫിയ, ഇവർ തലയിൽ കിട്ടുന്ന മറ്റേ തുണിയുണ്ടല്ലോ, അത് വിരിച്ച് അതിൽ കിടക്കുന്ന ഉണ്ണിയേശുവിൻ്റെ ഒരു ചിത്രമല്ല, ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചു. അത് വലിയ വിവാദമായപ്പോൾ അവസാനം മാർപ്പാപ്പ ഇടപെട്ട് തന്നെ അത് മാറ്റേണ്ടി വന്നു. അതെ, അങ്ങനെ ഉണ്ടായി. അതും ഏതാണ്ട് ഈ മഹ്മൂദ് അബ്ബാസിന്റെ സന്ദർശനമൊക്കെ അടുത്തടുത്തായിരുന്നു. അപ്പോൾ മഹ്മൂദ് അബ്ബാസ് പോയി 30 മിനിറ്റ് സംസാരിച്ചിട്ട് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു, ഞാൻ മാർപ്പാപ്പയെ കാണുന്നത് എപ്പോഴും ഒരു പഴയ സുഹൃത്തിനെ കാണുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിരുന്നു. കാരണം 3 വർഷത്തിന് മുമ്പും മഹ്മൂദ് അബ്ബാസ് മാർപ്പാപ്പയെ കണ്ടിരുന്നു. അപ്പോൾ മാർപ്പാപ്പ ഈ മഹ്മൂദ് അബ്ബാസ് അവിടെ ചെല്ലുമ്പോഴൊക്കെ വലിയ സ്വീകരണമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകളും വന്നിരുന്നു. ഈ വത്തിക്കാൻ്റെ വിദേശകാര്യ സെക്രട്ടറി കർദിനാൾ പീത്രോ പരോലിൻ, പിന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധം നോക്കുന്ന സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ, ഈ 2 വൻതോക്കുകളും വത്തിക്കാനിലെ അവരും മഹ്മൂദ് അബ്ബാസുമായിട്ട് സംസാരിച്ചിരുന്നു. എന്ന് പറഞ്ഞാലും വത്തിക്കാൻ്റെ ഉള്ളിലെ ഈ അടുക്കള സംഘം അത് പലസ്തീനുമായിട്ട് നല്ല ബന്ധമാണ്. അത് കഴിഞ്ഞ് വത്തിക്കാൻ ഔദ്യോഗികമായിട്ട് ഈ സന്ദർശനത്തിന് ശേഷം ഇറക്കിയ കുറിപ്പിൽ വെടിനിർത്തൽ ഗാസയിൽ ഡിസംബറിലാണ് പറയുന്നത്, മറ്റുള്ളവർ പറയുന്നതിന് മുമ്പേ വെടിനിർത്തൽ വേണം, ബന്ധുക്കളെ മോചിപ്പിക്കുകയും വേണം. അതിൻ്റെ കൂടെ പറഞ്ഞിരുന്നു ജെറുസലേമിന് പ്രത്യേക പദവി നൽകണം എന്നും പറഞ്ഞിരുന്നു. ജെറുസലേം മറ്റേ പലസ്തീന് വിട്ടുകൊടുക്കുന്ന പരിപാടിയൊന്നും ഇസ്രയേലിന് ഏതായാലും ഇല്ല.
പ്രത്യേക പദവി കൊടുക്കുന്നതും ഒന്നുമില്ല. ഇപ്പൊ കസ്റ്റോഡിയൻ ജോർദാനാണ്. കസ്റ്റോഡിയൻ അല്ല, അലക്സ ടെമ്പിൾ മൗണ്ടിന്റെ മാത്രം, ടെമ്പിൾ മൗണ്ടിന്റെ മാത്രം അത് ജോർദാൻ വഖഫിന് കൊടുത്തിരിക്കുകയാണ്. ഏതായാലും കരാറിന്റെ ഭാഗമാണ്. അത് വേണമെങ്കിൽ ഇസ്രായേലിന് റദ്ദാക്കാവുന്നതാണ്. മിനിഞ്ഞാന്ന് 6315 ജൂതന്മാരെ അവിടെ കയറ്റി, മുസ്ലിമുകളെ വിലക്കി. പെസഹ മുതൽ ഈ വ്യവസ്ഥ സ്റ്റാറ്റസ് കോ ലംഘിച്ചുകൊണ്ട് ജൂത സമൂഹം ടെമ്പിൾ മൗണ്ടിൽ കയറിക്കൊണ്ടിരിക്കുക. ഇടക്കിടക്ക് കയറ്റുന്നുണ്ട്. അതും അല്ല, അങ്ങനെയല്ല, മറ്റേ മന്ത്രി തന്നെ ബെൻ ഗിവർ പോയി. അതിനുശേഷം അപ്പോഴും നെതന്യാഹു പറഞ്ഞു സ്റ്റാറ്റസ് കോ ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ ആഴ്ച 180 പേരെ 30 പേര് വീതമുള്ള 6 ബാച്ചുകളായിട്ട് കയറ്റി. പക്ഷേ വളരെ പെട്ടെന്ന് പെസഹ ദിനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കയറ്റി. ഈസ്റ്ററിന് കയറ്റി. ഈസ്റ്ററിൻ്റെ പിറ്റേത്തെ കയറിയതിൻ്റെ കണക്ക് വന്നിട്ട് 6315. അതിനു മുമ്പാണ് സോളമൻ്റെ പോണ്ട് തുറന്നു കൊടുത്തു. അങ്ങനെ ഇത് ടെമ്പിൾ മൗണ്ടിനി അങ്ങനെ മുസ്ലിമുകളുടെ അല്ല, ജൂതന്മാരുടേതാണ്. ബെൻ ഗിവർ പറഞ്ഞിട്ടിരിക്കുന്ന അൽഹസ പള്ളികൾ പൊളിച്ചു കളഞ്ഞിട്ട്, 2 പള്ളിയുണ്ടല്ലോ അവിടെ, പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഇസ്രായേലിൻ്റെ കൊടി നാട്ടണം എന്നാണ് ബെൻ ഗിവർ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ പോലീസ് മന്ത്രിയും കൂടിയാണ്. അപ്പോൾ ഇതിനൊക്കെ അനുകൂലമായൊരു നിലപാടല്ല പാപ്പ എടുത്തതെന്നുള്ള ഒരു പ്രതിഷേധമോ വിഷമോ ഒക്കെ കൊണ്ടായിരിക്കാം അത് വിത്ഡ്രോ ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ അനുശോചനം അത് ഔദ്യോഗികമായ കൂടിയാലോചനകളില്ലാതെ ആര് മരിക്കുമ്പോഴും ഇടുന്നത് പോലെ ആള് ചെയ്തതായിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാധനം വേണ്ടെന്ന് വെച്ച് കാണും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അല്ല, അനുശോചനം ഇട്ടപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അത് പിൻവലിക്കുമ്പോൾ വരും. അപ്പോൾ എന്തോ ഒരു കാര്യം. അതല്ലേ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ കലൂരിരിക്കുന്ന നമ്മൾ പോലും എന്തുകൊണ്ടാണ് ഇസ്രായേൽ പാപ്പയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടിട്ടിരുന്നത്? അത് നല്ല മെസ്സേജ് വരുന്നല്ലേ. റെസ്റ്റ് ഇൻ പീസ് പോപ്പ് ഫ്രാൻസിസ്, മേ ഹിസ് മെമ്മറി ബി എ ബ്ലെസ്സിങ്, അദ്ദേഹത്തിൻ്റെ സ്മരണ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പറയുന്ന അത് നല്ല രസമുള്ള വാചകമാണ്. നിർദോഷമായ ഒരു വാചകമാണ്. പക്ഷേ അത് മറ്റേ വിദേശ നയവുമായിട്ട് യോജിച്ചു പോകുന്നില്ല. അതെന്തായാലും എടുത്ത് മാറ്റി. പക്ഷെ മാറ്റണമായിരുന്നോ എന്നറിയില്ല. ഇതുകാൽ ഇസ്രായേൽ പ്രസിഡന്റ് അനുശോചിച്ചിട്ടുണ്ട്. അല്ല, മാറ്റിയത് നമ്മൾ ഈ പറഞ്ഞതിന് പുറമെ ആഗോളതലത്തിൽ ജൂതന്മാരുടെ വലിയ പ്രതിഷേധ പ്രവാഹവും ഉണ്ടായിരുന്നിരിക്കും. നമ്മളെന്തിനാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിക്കുന്നത് എന്ന് ചോദിക്കുന്ന ധാരാളം പേരുണ്ടാവും. നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഹോദരന്മാർ പോലും ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജൂതന്മാര് ചെറിയ ആളുകളൊന്നുമല്ലല്ലോ, വലിയ ധനിക ആളുകളും സമ്പന്നരും ഒക്കെയാണ് ആഗോളതലത്തിലിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമാണ്. പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ പലതരത്തിൽ ഭരിക്കുന്നത് ജൂതന്മാരാണ്. അപ്പോൾ ആഗോള സമ്മർദ്ദം കൂടി വന്ന് കാണും അത് പിൻവലിക്കാൻ. ഏതായാലും അത് പിൻവലിച്ചു, ചർച്ചയായി. ഒരുപക്ഷെ നമ്മുടെ ഇവിടെ ഈ കാശ്മീരിലെ ഈ സംഭവം ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇവിടെ അതൊക്കെ വാർത്ത ചിലപ്പോൾ ആയനെ. അല്ല, ഈ ട്രംപ് അനുശോചന സന്ദേശം പുറപ്പെടുവിച്ചോ? ട്രംപ് അനുശോചന സന്ദേശം പുറപ്പെടുവിച്ചോ എന്നറിയില്ല. അതും പുറപ്പെടുവിച്ചതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതും ഒരു രസമാണല്ലോ. കാരണം ട്രംപിനെ സദാ വിമർശിച്ചുകൊണ്ടിരുന്നൊരു ആളാണ് ഈ മാർപ്പാപ്പ. യാത്രകളിലൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ട്രംപിന്റെ കണ്ടില്ല കേട്ടോ. അമേരിക്കയുടെ ഒരു അനുശോചനം പോയി കാണും ഒഫീഷ്യലി, ഈ പറഞ്ഞ പോലെ അവിടെ ഡിപ്പാർട്ട്മെന്റ്. ഈ പ്രശ്നം ഉയർത്തുമ്പോഴാണ് പെട്ടെന്ന് ട്രംപിന്റെ കാര്യം ഞാൻ ഓർക്കുന്നത്. ട്രംപിൻ്റെത് വന്നിരുന്നെങ്കിൽ ആളുകൾ ശ്രദ്ധിച്ച് പ്രത്യേകിച്ച് പറയുമായിരുന്നു ട്രംപ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. കാരണം ട്രംപിന്റെ ഒരു ശത്രു പോലെയാണല്ലോ. പക്ഷെ ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ഈസ്റ്റർ ദിനത്തിൽ പോയി കണ്ടു. പാപ്പയെ അവസാനം കണ്ട ലോക നേതാവ്, അമേരിക്കൻ നേതാവ് JD വാൻസ് ആയിരിക്കും. അതായിരിക്കും. പക്ഷെ ട്രംപിന് പിന്നെ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. ട്രംപ് കത്തോലിക്കനല്ല. അതെ, കത്തോലിക്കരുടെ സഭാ നേതാവായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് ട്രംപിനും വിചാരിക്കാം. അനുശോചനത്തിന്റെ ആവശ്യമില്ല. രാഷ്ട്രത്തലവനാണ്. വത്തിക്കാൻ എന്ന് തോന്നുന്ന ചെറിയ രാജ്യത്തിന്റെ തലവനും കൂടിയാണ് പാപ്പ. അപ്പോൾ ഏതായാലും ഇസ്രായേൽ ഇങ്ങനെയാണ്. ഇസ്രായേൽ ഒന്നും മറക്കത്തില്ല അല്ലേ, മരിച്ചാലും മറക്കില്ല. ഒരിക്കലും ചരിത്രം മറക്കാൻ പറ്റില്ല അവർക്ക്. കാരണം ഓഷ്വിറ്റ്സ് കിടക്കുന്നു. ഓഷ്വിറ്റ്സിൻ്റെ സ്മരണകൾ മുഴുവൻ വെച്ചിട്ട് അവിടെ ഒരു മ്യൂസിയം തന്നെ അവർ തുറന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ, ആൻ ഫ്രാങ്കിൻ്റെ കുറിപ്പുകൾ, അങ്ങനത്തെ പല അവശിഷ്ടങ്ങളും വെച്ചിട്ട് തൂവാലകളൊക്കെ ഉണ്ടല്ലോ, മരിച്ചു ഹിറ്റ്ലർ കൊന്നവരുടെ പല സംഗതികൾ, പേന, പുസ്തകം, തൂവാല, ഇതൊക്കെ വെച്ചിട്ട്
അവിടെ അവരൊരു മ്യൂസിയം തുറന്നിട്ടുണ്ട്. ഉം. ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ച കുഞ്ഞുങ്ങളുടെ കരച്ചിലോട് കൂടിയിട്ടാണ് നമ്മൾ ആ മ്യൂസിയത്തിൽ കേട്ടിട്ടുണ്ട്. അതിലടക്കുമ്പോൾ കുട്ടികളുടെ കരച്ചിൽ ഇങ്ങനെ ഒരു ഇരുണ്ട തുരങ്കത്തിൽ കൂടിയാണ് നമ്മൾ ഈ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഇറങ്ങുന്നത്. അവരപ്പോൾ ചരിത്രം മറക്കില്ല. അതുകൊണ്ട് മാർപ്പാപ്പ അവരെ എങ്ങനെയാണ് പരിഗണിച്ചത് എന്നും അവർക്ക് മറക്കാൻ കഴിയും. അതുകൊണ്ട് ഇസ്രായേലിന് മറക്കാൻ കഴിയില്ല. ഒന്നും മറക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ ഇങ്ങനെ ആയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.